വ്യാപാരി കുടുംബസുരക്ഷാ പദ്ധതിയായ സ്നേഹസ്പർശം ധനസഹായ വിതരണം നടത്തി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓയൂരിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. 5 കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ വീതമാണ് നൽകിയത്. ഒരു കുടുംബത്തെ സഹായിക്കുക എന്ന വലിയ ഉത്തരവാദിത്തത്തിലേക്കാണ് ഇന്ന് വ്യാപാരി സമൂഹം എത്തിച്ചേർന്നിരിക്കുന്നതെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള വ്യാപാരി കുടുംബസുരക്ഷാ പദ്ധതിയായ സ്നേഹസ്പർശത്തിന്റെ ധനസഹായ വിതരണം ഓയൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. എന്നാൽ വ്യാപാരി വ്യവസായി സമൂഹത്തിൽ അതിനകത്ത് അംഗത്വം എടുത്ത എല്ലാ വ്യാപാരികൾക്കും ഇത് കിട്ടത്തക്ക നിലയിലുള്ള ഒരു പ്രവർത്തനത്തിലേക്കാണ് ഇന്ന് മുന്നോട്ട് പോകുന്നതെന്നുള്ളത് ഈ അവസരത്തിൽ ഞാൻ ചൂണ്ടിക്കാണിക്കും. സാധാരണ ഒരു കുടുംബത്തെ സംബന്ധിച്ച് നോക്കിയാൽ ആ കുടുംബത്തിന് ഏറ്റവും വലിയൊരു ധനസഹായമാണ് ഈ 10 ലക്ഷം രൂപ എന്ന് പറയുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ജോലിക്ക് പോകുന്ന ഒരു വ്യക്തിക്ക് പോലും 1 ലക്ഷം രൂപ മാറ്റി വയ്ക്കുവാനോ സമ്പാദ്യമുണ്ടാക്കുവാനോ പറ്റാത്ത സ്ഥിതിവിശേഷമുള്ള ഒരു സമൂഹത്തിലാണ് വ്യാപാരി വ്യവസായികളുടെ കുടുംബത്തിന് ഇങ്ങനെ സഹായം. ഒന്നുമില്ലെങ്കിലും അവർക്ക് വീടില്ലെങ്കിൽ ഒരു ചെറിയ വീട് തരപ്പെടുത്തിയെടുക്കുവാൻ, അല്ലെങ്കിൽ സ്വന്തം മക്കളുണ്ടെങ്കിൽ അവർക്കൊരു വിവാഹം നടത്തി കൊടുക്കുവാൻ, അവരുടെ തന്നെ കുടുംബത്തിലെ മറ്റേതെങ്കിലും കാര്യങ്ങൾ നടപ്പിലാക്കുവാനൊക്കെ ഉപയോഗിക്കത്തക്ക നിലയിൽ ഈ പണം അവർക്ക് ഉപയോഗിക്കാമെന്നുള്ളതാണ്. പക്ഷെ ഒരു വ്യാപാരിയാണ് നമുക്ക് നഷ്ടപ്പെടുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ജില്ലാ പ്രസിഡന്റ് എസ് ദേവരാജൻ അധ്യക്ഷത വഹിച്ചു. പൂയപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ശശികല, KVVES ജില്ലാ ട്രഷറർ എസ് കബീർ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ PR സന്തോഷ്, ഷൈജു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ആദർശ് ഭാർഗവൻ, SS ശരത്, ബിബിൻ റോയ്, വെളിനെല്ലൂർ പൂയപ്പള്ളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമാരായ S നൌഷാദ്, രാജു ചാവടി എന്നിവർ പങ്കെടുത്തു. പദ്ധതിയിൽ അംഗങ്ങളായിരിക്കെ മരണപ്പെട്ട വൈക്കൽ സ്വദേശി ബോബൻ ജോർജ്, ഓയൂർ സ്വദേശി R സന്തോഷ് കുമാർ, കടക്കോട് സ്വദേശിനി G താമരാക്ഷി, പിറവന്തൂർ സ്വദേശി അനി ഭാസ്കർ, തഴവ സ്വദേശി അബ്ദുൽ ലത്തീഫ് എന്നിവരുടെ കുടുംബങ്ങൾക്കാണ് ധനസഹായം നൽകിയത്. ജനപ്രതിനിധികളെയും ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര.